ഹലോ നമസ്കാരം, പേജ് 10 സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ അൻഷാദ് ഇല്യാസ്. രണ്ടുപേരുടെ പേര് ആദ്യം പറയാം. ഒരാൾ ജ്യോതി മൽഹോത്ര, രണ്ടാമത്തെയാൾ സെഹ്മത്ത് ഖാൻ. ജ്യോതി മൽഹോത്രയെ നിങ്ങൾക്കറിയാം. സെഹ്മത്ത് ആരാണ്? ആ ഉത്തരത്തിലേക്ക് നമുക്ക് പിന്നാലെ എത്താം. അതിനു മുമ്പ് നമുക്കറിയാം, പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയുടെ നിർണായക വിവരങ്ങൾ ചോർത്തിയതിന് പിടിയിലായ ട്രാവൽ വ്ളോഗറും യൂട്യൂബറുമാണ് ജ്യോതി മൽഹോത്ര. ജ്യോതിയുടെ രാജ്യത്തോടുള്ള ചതിയുടെ കഥ ഓരോ ദിവസവും വാർത്തകളിൽ നിറയുന്നുണ്ട്. പാക് പൗരനെ വിവാഹം കഴിക്കണമെന്ന് ജ്യോതിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് അവരുടെ രഹസ്യ കോഡ് ഉപയോഗിച്ചുള്ള ചാറ്റിൽ നിന്ന് NIA കണ്ടെത്തിയത്. ഈ അവസരത്തിൽ പാക് സൈനിക ഉദ്യോഗസ്ഥനെ വിവാഹം ചെയ്ത് ഇന്ത്യക്കായി ചാരപ്രവർത്തനം നടത്തിയ ഒരു യുവതിയുടെ കഥ പറയാം. അചഞ്ചലമായ രാജ്യസ്നേഹം പ്രകടിപ്പിച്ച കശ്മീരി യുവതിയുടെ അതിസാഹസികമായ കഥ. അവരുടെ പേരാണ് സെഹ്മത്ത് ഖാൻ. യഥാർത്ഥ പേരല്ല, അവരുടെ വിളിപ്പേര് മാത്രമാണ് ഇത്. ഈ വിളിപ്പേരിന് പോലും ഇന്ത്യയുടെ രാജ്യസുരക്ഷാ വിവരങ്ങളുടെ മൂല്യമുണ്ട്. ആയിരത്തി 1969 കാലഘട്ടം, കിഴക്കൻ പാകിസ്ഥാൻ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശ്. ഈ ബംഗ്ലാദേശിന്റെ പേരിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സമയമാണ്. സെഹ്മത്തിന്റെ പിതാവ് ഹിദായത്ത് ഖാൻ ഒരാവശ്യം അവളുടെ മുന്നിലേക്ക് വെക്കുന്നു. അന്ന് ദില്ലി സർവകലാശാലയിൽ പഠിക്കുകയായിരുന്നു 20-കാരിയായ സെഹ്മത്ത്. പിതാവ് ഹിദായത്ത് ഇന്ത്യയെയും പാകിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ഒരു വ്യവസായിയാണ്. അതിനൊപ്പം ഇന്ത്യക്കായി പാകിസ്ഥാനിലെ വിവരങ്ങൾ സൈന്യത്തിന് കൈമാറുന്ന ചാരനായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അർബുദം ബാധിച്ച് അവശനാകുന്നതുവരെ ഹിദായത്ത് രാജ്യത്തിനായി റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന റോയ്ക്കായി സേവനം ചെയ്തു. 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെല്ലാം ഹിദായത്തിന്റെ സേവനങ്ങൾ ഇന്ത്യൻ സേനയ്ക്ക് അതിനിർണായകമായി. ഇനി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരപ്പണി നീ ചെയ്യണം. ജമ്മു കാശ്മീരിലേക്ക് മകളെ വിളിച്ചു വരുത്തിയ ഹിദായത്ത് ഖാൻ സെഹ്മത്തിനോട് പറഞ്ഞു. രാജ്യത്തിന് ഇപ്പോൾ നിന്റെ സേവനം നിർണായകമാണെന്നും അയാൾ മകളെ ഓർമ്മിപ്പിച്ചു. തന്റെ പിതാവിന്റെ ഉന്നതമായ രാജ്യസ്നേഹത്തെ ആദരിക്കുക മാത്രമേ സെഹ്മത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. വിദ്യാഭ്യാസവും ക്ലാസിക്കൽ നൃത്തവും വയലിൻ പഠനവും ഒക്കെ ഉപേക്ഷിച്ച് ആ 20-കാരി രാജ്യസേവനത്തിന് തയ്യാറായി. പാക് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഇക്ബാൽ സെയ്ദുമായുള്ള വിവാഹമായിരുന്നു സെഹ്മത്തിന്റെ ചാരപ്പണിക്കുള്ള മറ. ബ്രിഗേഡിയർ പർവേസ് സെയ്ദിന്റെ മകനാണ് ഇക്ബാൽ സെയ്ദ്. അങ്ങനെ ഇക്ബാലുമായി സെഹ്മത്തിന്റെ വിവാഹം കഴിയുന്നു. തുടർന്ന് റോയിൽ നിന്ന് അടിസ്ഥാന പരിശീലനം നേടിയ ശേഷം സെഹ്മത്ത് പാകിസ്ഥാനിലെത്തുന്നു. പാക് സൈന്യത്തിന്റെ ഉന്നത വൃത്തങ്ങളിൽ നടക്കുന്ന ചർച്ചകളും പദ്ധതികളും ചോർത്തുകയായിരുന്നു അവളുടെ ദൗത്യം. മോഴ്സ് കോഡ് ഉപയോഗിച്ച് SOS സന്ദേശങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനും അയക്കാനും അവൾക്ക് പരിശീലനം കിട്ടിയിരുന്നു. സെഹ്മത്ത് ആ പാക് സൈനിക കുടുംബത്തിന്റെ വിശ്വാസം അതിവേഗം നേടിയെടുത്തു. സൈനിക ക്വാർട്ടേഴ്സിലെ സേവകർക്കും അയൽക്കാർക്കുമെല്ലാം അവൾ ഒരുപാട് പ്രിയപ്പെട്ടവളായി. ഉന്നത പാക് സൈനികരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നൃത്തം പഠിപ്പിക്കാനും മറ്റും സെഹ്മത്ത് പോയി. ജനറൽ യഹിയ ഖാന്റെ പേരക്കുട്ടികൾ ഉൾപ്പെടെ അവിടെയായിരുന്നു പഠിച്ചിരുന്നത്. ഈ സൗഹൃദങ്ങളിലൂടെ പാക് പ്രതിരോധ വൃത്തങ്ങളിലും രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ സെഹ്മത്തിന് കഴിഞ്ഞു. അവളുടെ സ്വാധീനം ഭർത്താവ് ഇക്ബാലിനും അയാളുടെ പിതാവിനും ഗുണമായി. അതേസമയം കിഴക്കൻ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് ഒപ്പം നിൽക്കാൻ ഇന്ത്യ തീരുമാനിക്കുന്നു. ഇതോടെ ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം മൂർച്ഛിച്ചു. പിന്നാലെ ഇന്ത്യയുടെ നിർണായക നീക്കത്തിന്റെ ഭാഗമായി തദ്ദേശീയമായ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ബംഗാൾ ഉൾക്കടലിൽ നങ്കൂരമിട്ടു. INS വിക്രാന്തിന്റെ ശക്തി മനസ്സിലാക്കിയ പാകിസ്ഥാൻ PNS ഖാസി എന്ന അന്തർവാഹിനി ഉപയോഗിച്ച് ഇന്ത്യൻ കപ്പൽ തകർക്കാൻ പദ്ധതി തയ്യാറാക്കി. ഇതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ അറിഞ്ഞ സെഹ്മത്ത് ആക്രമണ പദ്ധതിയും PNS ഖാസിയുടെ ബംഗാൾ ഉൾക്കടലിലെ സ്ഥാനത്തെക്കുറിച്ചുമുള്ള അതിനിർണായക വിവരങ്ങളും റോയ്ക്ക് കൈമാറി. ഇന്ത്യൻ നാവികസേന ഈ വിവരങ്ങൾ വെച്ച് ഖാസിയെ തകർത്തു. പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായിരുന്നു ഇന്ത്യയുടെ ആ നീക്കം. 100 കണക്കിന് ഇന്ത്യൻ സൈനികരുടെ ജീവനാണ് സെഹ്മത്ത് അങ്ങനെ രക്ഷിച്ചത്. ഈ നീക്കം ഇന്ത്യൻ യുദ്ധവിജയത്തിലും ഏറെ നിർണായകമായി. ഇതിനകം സെഹ്മത്തിന്റെ പാകിസ്ഥാനിലെ ജീവിതം അപകടഘട്ടത്തിലേക്ക് കടന്നിരുന്നു. സെയ്ദ് കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസ്ത സഹായിയായിരുന്ന അബ്ദുലിന് സെഹ്മത്തിൽ ചില സംശയങ്ങൾ ഉടലെടുത്തു. ഒരു ട്രക്ക് ഇടിച്ചു കയറ്റി സെഹ്മത്ത് അയാളെ വകവരുത്തി. ഭർത്താവ് ഇക്ബാൽ സെയ്ദിനും അവളുടെ പ്രവർത്തനങ്ങളിൽ ചില സംശയങ്ങൾ തോന്നി. അതോടെ അവളുടെ സംരക്ഷകരായ റോ ഉദ്യോഗസ്ഥർ ഇക്ബാലിനെ കൊന്നു. ഇക്ബാലിന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ടായിരുന്നു സെഹ്മത്ത് ആ മരണത്തിന് സാക്ഷ്യം വഹിച്ചത്. നേരത്തെ സെഹ്മത്ത് കൊന്ന അബ്ദുലിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയ മെഹബൂബ് സെയ്ദിനെ, അതായത് ഇക്ബാലിന്റെ സഹോദരി ഭർത്താവിനെ, സെഹ്മത്ത് ആസൂത്രിതമായി വധിച്ചു.
തൻ്റെ കൈകൊണ്ട് ചെയ്ത 2 കൊലപാതകങ്ങൾ അവളെ മാനസികമായ വലിയ ആഘാതത്തിലേക്ക് നയിച്ചു. മാത്രമല്ല, ഗർഭിണിയായ സെഹമത്തിന്റെ ആരോഗ്യവും മോശമായി. സെഹമത്ത് വിഷാദാവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ റോ സംഘം അതിവിദഗ്ധമായ ഓപ്പറേഷനിലൂടെ സുരക്ഷിതമായി സെഹമത്തിനെ ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചു. ഈ ധീര ദേശസ്നേഹിയുടെ ജീവിത പോരാട്ടത്തിന്റെ കഥ ഇന്ത്യൻ ജനത പക്ഷേ അറിഞ്ഞത് 37 വർഷങ്ങൾക്ക് ശേഷം 2008 മാത്രമായിരുന്നു. നേവി മുൻ ഉദ്യോഗസ്ഥനായിരുന്ന ഹരീന്ദർ സിക്ക എഴുതിയ കോളിംഗ് സെഹ്മത്ത് എന്ന നോവലിലൂടെ. ഈ നോവൽ പിറന്നതിന് പിന്നിലും ഒരു ഹൃദയസ്പർശിയായ കഥയുണ്ട്. 1999 കാർഗിൽ യുദ്ധവേളയിൽ സെഹമത്തിന്റെ കഥ സിക്കയോട് പറഞ്ഞത് ഇന്ത്യയുടെ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. ആരോടും ഒന്നും പറയാനാകാതെ വീർപ്പുമുട്ടിയ സെഹമത്തിന്റെ മകനായിരുന്നു ആ സൈനിക ഉദ്യോഗസ്ഥൻ. അതെ, പാക് ഉന്നത ഉദ്യോഗസ്ഥനിൽ നിന്ന് സെഹമത്തിന് ഉണ്ടായ മകൻ. സെഹമത്തിന്റെ കഥ ഒരു ഉൾക്കിടലത്തോടെയാണ് സിക്ക കേട്ടിരുന്നത്. പിന്നെ 8 വർഷത്തെ അന്വേഷണം. മകനുമായി പോലും ഒരു ബന്ധവുമില്ലാതിരുന്ന സെഹമത്തിനെ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ഒടുവിൽ പഞ്ചാബിലെ മലേർകോട്ടിൽ സെഹമത്തിനെ സിക്ക കണ്ടെത്തി. ആ നാട്ടിലെ ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ബാക്കി ജീവിതം ചെലവഴിക്കുകയായിരുന്നു അവർ. സെഹമത്തിന്റെ യഥാർത്ഥ പേരും ആ ജീവിത പോരാട്ടവും ലോകത്തോട് വിളിച്ചു പറയണമെന്ന് സിക്കയ്ക്ക് തോന്നി. കഥ പറഞ്ഞോളൂ, പക്ഷേ പേരും ചിത്രവും ഇപ്പോഴത്തെ ഐഡന്റിറ്റിയും വെളിപ്പെടുത്തരുത് എന്ന് ഉന്നത സൈനിക വൃത്തങ്ങൾ സിക്കയോട് നിർദ്ദേശിച്ചു. സെഹമത്തിന്റെ ഐഡന്റിറ്റി രഹസ്യമാക്കി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജമ്മു കാശ്മീരിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഫാറൂഖ് അബ്ദുള്ള, അതായത് ഇന്നത്തെ ഒമർ അബ്ദുള്ളയുടെ പിതാവ്, ഒരു കത്തിലൂടെ സിക്കയെ അറിയിച്ചു. ഇതോടെയാണ് സെഹമത്ത് എന്ന ഒരു വിളിപ്പേര് നൽകി സിക്ക നോവൽ എഴുതിയത്. നോവൽ ഹിറ്റായി. പക്ഷേ യഥാർത്ഥ സെഹമത്ത് അനുഭവിച്ച പേടിപ്പെടുത്തുന്ന ജീവിതത്തിന്റെ പകുതി മാത്രമേ നോവലിൽ പകർത്താൻ തനിക്ക് കഴിഞ്ഞുള്ളൂ എന്ന് പിന്നീട് സിക്ക കുറ്റസമ്മതം നടത്തി. അത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു സെഹമത്തിന്റെ പാകിസ്ഥാനിലെ ആ ചാരജീവിതം. 2018 സിക്കയുടെ നോവലിനെ അടിസ്ഥാനപ്പെടുത്തി ആലിയ ഭട്ട് നായികയായ റാസി എന്ന ചിത്രമിറങ്ങി. സിനിമയും നിരൂപക പ്രശംസ നേടി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി. അതേ വർഷം, അതായത് 2008 യഥാർത്ഥ സെഹമത്ത് മരിച്ചു. രാജ്യത്തിനു വേണ്ടി ജീവിച്ചു മരിച്ച ധീര വനിത. 20-ാം വയസ്സിൽ ചാരവൃത്തിക്ക് നിയോഗിക്കപ്പെട്ട് 23-ാം വയസ്സിൽ വിഷാദാവസ്ഥയിൽ ഗർഭിണിയായി തിരിച്ചെത്തി മലേർകോട്ടിൽ ശിഷ്ടജീവിതം നയിച്ച മഹത് വ്യക്തിത്വം. താൻ ആരാണെന്നും താൻ രാജ്യത്തിനു വേണ്ടി എന്ത് ത്യാഗമാണ് ചെയ്തതെന്നും ആരോടും പറയാനാകാതെ, ഒരു ചിത്രം പോലും പുറം ലോകത്തെ കാണിക്കാനാകാതെ മരിച്ച ധീരദേശാഭിമാനിയെ സത്യത്തിൽ വിശേഷിപ്പിക്കാൻ പുതിയ വാക്കുകൾ കണ്ടെത്തണം. ഓർക്കുക, സെഹമത്ത് അവൾക്ക് വേണ്ടി ജീവിച്ചത് 20 വയസ്സുവരെ മാത്രമാണ്. അതിനുശേഷം അവളുടെ ജീവിതമാകെ രാജ്യത്തിന് വേണ്ടിയായിരുന്നു. ട്രാവൽ വ്ലോഗിന്റെ പേരിൽ സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്ത ജ്യോതി മൽഹോത്ര. ജീവിതം ഒന്നാകെ ഇന്ത്യക്കായി സമർപ്പിച്ച സെഹമത്ത. ഒരാൾ പണമൊന്നും കൈപ്പറ്റാതെ രാജ്യസ്നേഹം കൊണ്ട് ചാരപ്രവർത്തനം നടത്തി. മറ്റൊരാൾ പണത്തിനോ മറ്റെന്തിനോ വേണ്ടി നിർണായക വിവരങ്ങൾ ചോർത്തി രാജ്യത്തെ ആക്രമിക്കാൻ കൂട്ടുനിന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ രാജ്യം അഭിമാന പോരാട്ടം നടത്തിയ ഈ കാലത്ത് ഇന്ത്യയുടെ സമീപകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ താരതമ്യം ചെയ്യേണ്ട പേരുകൾ തന്നെയാണ് ഇത്. കശ്മീരികളെല്ലാം തീവ്രവാദികളാണെന്നും പാകിസ്ഥാനിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നും ആക്രോശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ജീവിതമാണ് സെഹമത്തിൻ്റെത്. എന്താണ് സെഹമത്തിന്റെ ജീവിതത്തെക്കുറിച്ച്, ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ.